എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യൂദ എഴുതിയ ലേഖനം വാക്യം 17 മുതൽ 23 വരെ. യൂദ 17 മുതൽ 23 വരെ. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിനം, അതിൻ്റെ പ്രഭാതം നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നു. ഒരു അധ്യായം മാത്രം അടങ്ങുന്നതാണ് യൂദയുടെ ലേഖനം. എന്നാൽ ശക്തമായ പ്രബോധനങ്ങളും താക്കീതുകളും ആത്മീക ജീവിതത്തിന് അനിവാര്യമായ ഉപദേശങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. വീഴ്ച സംഭവിക്കാതിരിപ്പാൻ നാം പ്രാർത്ഥനയിൽ അതീവ ജാഗരൂകരായിരിക്കണം. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗം 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, വീഴാതെ വിധം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപ് ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വീഴാതെ നമ്മെ സൂക്ഷിപ്പാൻ കഴിവുള്ള ദൈവം നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ ആത്മീക ഗോളത്തിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഭയപ്പെടുന്ന അനുഭവങ്ങൾ കാണാം. അതുകൊണ്ട് തമ്മിൽ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. കീപ് അസ് ഫ്രം സ്റ്റംബ്ലിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയും വ്യാഖ്യാനിക്കാം: തട്ടി ഇടറിപ്പോകാതെ സൂക്ഷിക്കണം. പലപ്പോഴും മറിഞ്ഞ് വീഴുകയല്ല ചെയ്യുന്നത്, പലരും ഇടറിപ്പോവുകയാണ്. ഇടറിപ്പോകുന്നതിന് വലിയ പാറക്കെട്ടുകളൊന്നും ആവശ്യമില്ല, ചെറിയ കല്ലുകൾ മതിയാകും. വലിയ പാറ കണ്ടാൽ നമ്മൾ മാറിപ്പോകും. എന്നാൽ ചെറിയ കല്ലുകൾ, അതിൽ നമ്മുടെ കാലുകൾ തട്ടാറുണ്ട്. ചെറിയ കല്ലിന്മേൽ തട്ടി വീഴാതിരിപ്പാൻ വിശ്വാസികൾ കരുതലുള്ളവരായിരിക്കണം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിപ്പാൻ കഴിവുള്ളവനും താങ്ങുന്നവനുമായ ഒരു ദൈവമുണ്ട്. നമുക്ക് ഒരു പരിപാലകൻ ഉണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ നിന്റെ പരിപാലകൻ. ഉറങ്ങാതെ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. എവിടേക്കെങ്കിലും നാം യാത്ര തിരിക്കുമ്പോൾ വായിക്കാൻ അനുയോജ്യമായ ഒരു സങ്കീർത്തനമാണ് ഇത്. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും യഹോവയാണ് നമ്മുടെ പരിപാലകൻ. യഹോവയാണ് നമ്മുടെ തണലായി വലതുഭാഗത്ത് നിലകൊള്ളുന്നത്. ദൈവം നമ്മെ സൂക്ഷിക്കാൻ ശക്തനാണ്. അപ്പോസ്തലനായ യൂദ എന്തുകൊണ്ടാണ് നാം ഇടറിപ്പോകുന്നത് എന്ന് പറയാൻ കാരണം, ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം
വിശ്വാസത്തിന് വേണ്ടി പോരാടാം എന്ന് ഉദ്ബോധിപ്പിക്കുന്നതിനാണ്. ഫൈറ്റ് ഫോർ യുവർ ഫെയ്ത്ത്. വിശ്വാസത്തെ ത്യജിക്കുന്നവർക്ക് ധാരാളമായ കാരണങ്ങളുണ്ടാകും. വിശ്വാസത്തെ നശിപ്പിക്കുന്നവർ ധാരാളമുണ്ടാകും. അതുകൊണ്ട് വിശ്വാസത്തെ നിങ്ങൾ കാത്തുകൊള്ളണമെന്നാണ് അപ്പോസ്തലന്റെ ഉപദേശം. വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് ഇടറിപ്പോകുന്നവരെ കൊണ്ട് സാധ്യമല്ല. നേരെ നിൽക്കാൻ ത്രാണിയില്ലാത്തവരെ കൊണ്ട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വിശ്വാസത്തെ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഇടറിപ്പോകാതെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളണം. പലപ്പോഴും നമ്മെ അഭിമുഖീകരിക്കുന്ന ദുരുപദേശത്തെ നാം വളരെ ശക്തമായി എതിർക്കാറുണ്ട്. എന്നാൽ ഇപ്രകാരം ശക്തമായി സുവിശേഷ വിഹിത വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുകയും പോരാടുകയും ചെയ്യണമെങ്കിൽ സ്വന്തം കാലിൽ ഉറച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ ഇടറിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. വീണുപോകാതെ സൂക്ഷ്മതയോടെ പോരാടാൻ വിശ്വാസികൾക്ക് കഴിയണം. വീണുപോയവരെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും യൂദ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീണുപോയവരെക്കുറിച്ച് പറയുമ്പോൾ 3 കൂട്ടരെക്കുറിച്ചാണ് സൂചന. 5-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നു. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ട് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. വിടുവിക്കപ്പെട്ട ജനമെങ്കിലും അവർ എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേർന്നില്ല. മേഘത്തിൻ്റെ കീഴിൽ നടന്നവരാണ് ആത്മീയ ആഹാരം കഴിച്ചവർ. എല്ലാം ചെയ്തവരെങ്കിലും കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10 അവരെക്കുറിച്ച് പറയുന്നത് അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ്. വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ കഴിയാതെ പോയ ദൈവമക്കളാണ് അവർ. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ സാധിക്കാതെ അവർ തട്ടി വീണുപോയി എന്നാണ് അവരെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നത്. വിളിക്കപ്പെട്ടവരും വാഗ്ദത്തം പ്രാപിച്ചവരും ആത്മീയ അനുഗ്രഹം ലഭിച്ചവരുമായിരുന്നിട്ടും അവർ എത്തിച്ചേരേണ്ട സ്ഥാനത്ത് എത്തിച്ചേർന്നില്ല. വാഗ്ദത്തം നഷ്ടപ്പെടുത്തുകയും വാസസ്ഥലം സൂക്ഷിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്തവരെന്നാണ് ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നും ഇടറിപ്പോകാതിരിക്കാൻ നാം വളരെ കരുതലുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കണം. വേദപുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 1-ാമത്തെ രാജാവായ ശൗൽ നല്ല ഒരു ദൃഷ്ടാന്തമാണ്. തൻ്റെ സ്വന്തം സ്ഥാനത്തെ സൂക്ഷിക്കാൻ അവന് കഴിഞ്ഞില്ല. ആദാമിനെ പറുദീസയുടെ അനുഭവം ഉണ്ടാകുന്ന ഏദനിലെ സ്ഥാനം സൂക്ഷിപ്പാൻ കഴിഞ്ഞില്ല. അനേകർക്ക് ദൈവം ആക്കിവെച്ച സ്ഥാനത്തെ അനുഗ്രഹം സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെടുത്തിയവർ മാത്രമല്ല, സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തിയ ദൈവമക്കളെയും നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ സാധിക്കും. 7-ാമത്തെ വാക്യത്തിൽ സോദോമിനെയും ഗൊമോറയെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നീരൊഴുക്കും അനേക അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്ന ദേശമാണ് അഗ്നി വീണ് ചാമ്പലായിപ്പോയത്. വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും സൂക്ഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ ദുരന്ത ഫലമാണത്. അതിനാൽ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ലഭിച്ചിട്ടുള്ള നാം വളരെ സൂക്ഷ്മതയോടെ അതിനെ സൂക്ഷിക്കണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. വാഗ്ദത്തങ്ങളെ സൂക്ഷിക്കാൻ സാധിക്കാത്തവർ, സ്ഥാനങ്ങളെ കഴിയാത്തവർ, അനുഗ്രഹങ്ങളെ സൂക്ഷിക്കാൻ കഴിയാത്തവർ, ഇങ്ങനെയുള്ള 3 കൂട്ടരുടെ ഉദാഹരണം നൽകിക്കൊണ്ടാണ് യൂദ അപ്പോസ്തലൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ, ഒരു ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ചയുടെ പ്രഭാതത്തിൽ ഈ വേദഭാഗം നമ്മെ ശക്തമായി ചിന്തയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ വീണു പോകാതിരിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ പാറക്കെട്ടുകളിൽ തട്ടി അലച്ച് വീഴുന്നതല്ല, ഒരുപക്ഷെ നമുക്ക് അശ്രദ്ധ കൊണ്ട് കാണാൻ സാധിക്കാത്ത ചെറിയ കല്ലുകളിൽ തട്ടി ഇടറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതയുള്ള തിരഞ്ഞെടുപ്പുകളും സൂക്ഷ്മമായി പാതകളെ അവലോകനം ചെയ്യുന്നതിനും ആത്മീയ ഉൾക്കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നമുക്ക് അടുത്ത ദിവസവും ചിന്തയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ദൈവകൃപകളെയും ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ കരുത്തുള്ള ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് വീണ്ടും നൽകിയല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കണ്ണുകളെ സൂക്ഷിപ്പാനുള്ള കൃപ നൽകണമേ. തിരഞ്ഞെടുപ്പുകൾ വളരെ ആലോചനയോടുകൂടി നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് സഹായിയായിരിക്കണമേ. ജീവിത ഭാരങ്ങളാൽ ഒരുപാട് സങ്കടപ്പെടുന്നവരെ ഓർക്കുന്നു. ശാരീരിക ക്ഷീണം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കരുതലിൻ്റെ കരം നീട്ടണമേ. വിടുതലിൻ്റെ നായകനായ ഒപ്പമുണ്ടല്ലോ. മറ്റ് പ്രയാസങ്ങളാൽ ജീവിതം വഴിമുട്ടിപ്പോയ ആളുകൾ എല്ലാവരെയും ഓർക്കുന്നു. ഇപ്പോൾ മഴക്കെടുതി മൂലം ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ ഭവനങ്ങളെ ഓർക്കുന്നു. അങ്കോലയിൽ അപകടത്തിലായിരിക്കുന്ന, ആശങ്കയുടെ മുൾമുനയിലായിരിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് പ്രകൃതിയുടെ മേൽ നിയന്ത്രണമുള്ള ദൈവമാണല്ലോ. അവിടുന്ന് അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് യാചിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കരുണയുടെ പുതുവർഷം അവിടുന്ന് നൽകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.